ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയെ ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം മിസൈൽ വേദ പ്രതിരോധം കൊണ്ട് ഇന്ത്യ തകർത്തു. കറാച്ചിയിലും റാവൽപിണ്ടിയിലും ഡ്രോൺ ആക്രമണം കൂടി ഉണ്ടായതോടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അടിയന്തര യോഗം വിളിച്ചു. അതിർത്തിയിൽ പാകിസ്ഥാൻ കനത്ത ഷെല്ലാക്രമണവും തുടരുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ പ്രതിരോധത്തിൽ ഊന്നി നിന്നതോടെ പാകിസ്ഥാൻ ആക്രമണത്തിന്റെ മുനയൊടിഞ്ഞു. 15 കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് വന്ന പാകിസ്ഥാൻ മിസൈലുകളെ സൈന്യം തകർത്തു. അമൃത്സർ, ജലന്ധർ, ഭുജ്, ചണ്ഡീഗഡ്, പത്താൻകോട്ട്, അവന്തിപുര, ശ്രീനഗർ, ജമ്മു, കപൂർത്തല തുടങ്ങിയിടങ്ങളിലേക്ക് വന്ന മിസൈലുകളാണ് തകർത്തത്. പിന്നാലെ വന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണം. തിരിച്ചടി പാകിസ്ഥാന്റെ നഗരങ്ങളെ പിടിച്ചുകുലുക്കി. പാക് വ്യോമ പ്രതിരോധ സംവിധാനം ആക്രമിച്ചു നശിപ്പിച്ചു. ഇന്ത്യ തൊടുത്തത് S-400 സുദർശൻ ചക്ര വ്യോമ പ്രതിരോധ മിസൈൽ. 40 മുതൽ 400 കിലോമീറ്റർ വരെ സഞ്ചരിച്ച് ആക്രമിക്കാൻ കെൽപ്പുള്ള മിസൈൽ റഷ്യൻ പ്രതിരോധ കരാർ വഴി ലഭിച്ചതാണ്. ഒരേ സമയം ഒന്നിൽ കൂടുതൽ ലക്ഷ്യങ്ങൾ താണ്ടാൻ കഴിവുള്ള മിസൈലാണിത്. മിസൈൽ ആക്രമണത്തിന് പിന്നാലെ സിയാൽകോട്ട്, കറാച്ചി, ലാഹോർ വിമാനത്താവളങ്ങൾ അടച്ചു. ലാഹോറിൽ 3 ഇടങ്ങളിൽ സ്ഫോടനമുണ്ടായെന്ന വാർത്ത മാത്രമാണ് ആദ്യം വന്നത്. എന്നാൽ ഇസ്രയേൽ നിർമ്മിത ഡ്രോണാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമായി. റാവൽപിണ്ടിയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലുണ്ടായ ആക്രമണത്തിൽ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗം തകർന്നു. സൂപ്പർ ലീഗ് മത്സരങ്ങൾ നടക്കാനിരിക്കെയാണ് ആക്രമണം. ഇതോടെ മത്സരം കറാച്ചിയിലേക്ക് മാറ്റി. മത്സരത്തിന് പങ്കെടുക്കാനെത്തിയ വിദേശ താരങ്ങൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങണമെന്ന തീരുമാനത്തിലാണ്. നഗരങ്ങളിലേക്ക് ആക്രമണം കടന്നതോടെ കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൂപ്പുകുത്തി. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ ആക്രമണ പദ്ധതിക്കുള്ള തിരിച്ചടിയാണ് ഇന്ത്യ നീക്കങ്ങൾക്ക് പിന്നിൽ. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച ഇന്ത്യയുടെ വടക്കൻ പടിഞ്ഞാറൻ മേഖലയിലായിരുന്നു ആക്രമണ ലക്ഷ്യം. ഇവയെല്ലാം ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് കൗണ്ടർ US ഗ്രിഡും എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും ഫലപ്രദമായി നിർവീര്യമാക്കി. അമൃത്സറിൽ നിർവീര്യമായ മിസൈൽ പ്രദേശവാസികളാണ് കണ്ടത്. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ തീവ്രമായ വെടിവയ്പ് തുടരുകയാണ്. ഷെല്ലുകളും മോർട്ടാറുകളും ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ നിരപരാധികളായ 16 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.